ഗായ്സ്, അപ്പം ഇന്നൊരു 2017 മോഡൽ സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്. അതിന് മിറർ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ ഫിറ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ പാക്കിങ് വരുന്നത് ഇങ്ങനെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാസ്റ്റ് ചെയ്യുന്നൊരു ലൈറ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക, അപ്പോൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫിറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമ്മളെ മിറർ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കണം. അല്ലാണ്ട് ബലം പിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാവർക്കും ഊരിയെടുക്കാവുന്നൊരു മിററാണ്. മൂന്ന് ലോക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. 2 മോട്ടറിൻ്റെ ലോക്കും പിന്നെ അതേപോലെ ഒരു മിററിൻ്റെ ലോക്കും. മറ്റേ സൈഡിലത്തെ മിററും ഇതേപോലെ ഊരിയെടുക്കുക. പിന്നെ അതേപോലെ നമുക്ക് മിററിൻ്റെ ക്യാപ്പ് ഒന്ന് ഊരിയെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിററിൻ്റെ ലൈറ്റിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കണം. അതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നതുള്ളൂ. അത് ഊരിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമുക്ക് മിററൊന്ന് ഹീറ്റ് ചെയ്യണം. അപ്പോൾ 2 മിററും നമ്മൾ ഊരിയെടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഹീറ്റർ നമുക്ക് വേണം. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നതുള്ളൂ. ഇതിൻ്റെ ഗ്ലാസ് വലിയ ടൈറ്റൊന്നുമില്ല. ഇത് കമ്പനി ഒറിജിനൽ മിററായ കാരണമാണ് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുക. മറ്റേ മിററൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗമ്മ് എടുക്കാൻ തന്നെ അത്യാവശ്യം ടൈം പോവും. ഓരോ വണ്ടിയിലത്തെ മിററും പല ടൈപ്പായിരിക്കും. അപ്പോൾ അത് അഴിച്ച് നോക്കിയാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പോർഷനിലാണ് നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യേണ്ടത്. 2 മിററിലും നമുക്ക് ഈ ലൈറ്റ് സെറ്റ് ചെയ്യണം. മിററിൻ്റെ ലൈറ്റ് വരുന്ന ആ കറക്റ്റ് പോർഷനിൽ തന്നെ സെറ്റ് ചെയ്യണം. ചെരിയാനും പാടില്ല, നീങ്ങാനും പാടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മിറർ ഹീറ്റിങ് തുടങ്ങാം. ലൈറ്റ് എല്ലാ സൈഡുകളും ആദ്യം ഹീറ്റ് ചെയ്യുക. നമുക്ക് ഹീറ്റായിന്ന് ജസ്റ്റ് ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നിർത്തുക. ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ റബ്ബറൊക്കെ ഒരു ഉരുകിയ പോലെ ആവും. അപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാവരും ചെയ്യുക. ഇതുപോലെ കൈ കൊണ്ട് തിക്കെടുക്കാൻ ശ്രമിക്കുക. മാക്സിമം കിട്ടാത്തത് ഒന്നുകൂടിയും ഹീറ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഇതിൽ ഓവറായിട്ട് ബലം പിടിച്ചിട്ട് മിറർ പൊട്ടിക്കാണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് പൊട്ടാനൊരു മിററാണ്. പിന്നെ കമ്പനി മിററായ കാരണം കുറച്ച് ക്വാളിറ്റി ഉണ്ട്. മറ്റേ ലോക്കൽ മിററാണെന്നുണ്ടെങ്കിൽ എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മിറർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഹീറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊരാവുന്നതുള്ളൂ. കഴിയുന്നതും എല്ലാവരും ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റേ സൈഡ് മിററും ഇതേപോലെ തന്നെ ചെയ്യുക. ഹീറ്റാക്കിയിട്ട് നമുക്ക് ഓവർ ഹീറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തിയിട്ട് അത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിററിൻ്റെ ബാക്കിലൊരു ബ്ലാക്ക് സ്റ്റിക്കർ കാണാം. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കുക. അത് റിമൂവ് ചെയ്താലാണ് നമ്മൾ വെക്കാൻ പോകുന്ന ലൈറ്റ് അപ്പുറത്തേക്ക് റിഫ്ലക്റ്റ് ആവുള്ളൂ, നമുക്ക് കാണാൻ പറ്റുള്ളൂ. കഴിയുന്നത് നിങ്ങൾ സ്ക്രാച്ച് വരാതെ അത് എങ്ങനെയും എടുക്കാൻ നോക്കുക. പെട്രോൾ, ഡീസൽ അങ്ങനത്തെ ലിക്വിഡ് ഉപയോഗിച്ച് ഇത് കളയാവുന്നതാണ് സിമ്പിളായിട്ട്. പിന്നെ കുറേയൊക്കെ സ്ക്യൂസർ വെച്ചിട്ട് കളയാൻ ശ്രമിക്കുക. അത്യാവശ്യം അതിൽ തന്നെ പോവും. ലാസ്റ്റ് ഒരു ഫിനിഷിങ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനത്തെ ലിക്വിഡ് യൂസ് ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടും. ഇങ്ങനെ പെട്രോൾ, ഡീസൽ അങ്ങനത്തെ ലിക്വിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആവുന്നുണ്ട്. എന്നിട്ട് നല്ല തുണി കൊണ്ട് അത് തുടച്ചെടുക്കുക. നമുക്ക് കാണാൻ പറ്റും, നല്ല ക്ലീനായിട്ട് കിട്ടും. മറ്റേ മിററും ഇതുപോലെ തന്നെ ചെയ്യുക.
അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, എന്നാലാണ് നമുക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടുള്ളൂ നല്ല രീതിയിൽ. അടുത്തത് നമുക്ക് ആ ഇൻഡിക്കേറ്റർ ലൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, കറക്റ്റ് ആംഗിൾ കറക്റ്റ് ആക്കുക. ആ ലൈറ്റിൻ്റെ ആ ഒരു ആംഗിൾ കറക്റ്റ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മളെ ഫ്ലെക്സ് ഗം ഉപയോഗിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. രണ്ട് മിററും ഒരേ ആംഗിളിൽ തന്നെ ചെയ്യുക, ലെഫ്റ്റും റൈറ്റും മാറിപ്പോവരുത്. ഇതുപോലെ ഒരു ഡ്രോപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ലൈറ്റുമ്മേൽക്ക് ആവാത്ത രീതിയിലായിരിക്കണം, ലൈറ്റിൻ്റെ മുകളിലേക്ക് ആവാതെ മാക്സിമം നോക്കുക. ചെറിയൊരു പിടുത്തം കിട്ടി കഴിഞ്ഞാൽ പിന്നെ മിറർ ഉള്ളത് കൊണ്ട് പിന്നെ അത് സെറ്റായിട്ട് നിന്നോളും. അടുത്തത് നമുക്ക് മിറർ പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഏതെങ്കിലും ഇടുക. ഇതിപ്പോൾ ഞാൻ മോക്കോടെ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 3M ഒരു ഒറിജിനൽ ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നൊരു സ്റ്റിക്കറാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 3M ഏതെങ്കിലും സ്റ്റിക്കർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും ഒട്ടിച്ച് വെക്കുക. അതിനുശേഷം മിറർ നമുക്കൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യുക. ഇത് പ്രോപ്പറായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിക്സിങ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നോളും. വല്ലാണ്ട് ബലം പിടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടും, പിന്നെ അത് വേറെ വാങ്ങിയിട്ട് പിന്നെയും ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിൻ്റെ പെർഫെക്ഷൻ കാണാം. നല്ല രീതിയിൽ തന്നെ അതിൽ ചെയ്തിട്ടുണ്ടാകുന്ന പോലും അറിയില്ല, അത്രക്കും പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴൊരു ഗുണം ഇതാണ്. പിന്നെ അത് ഓവർ ഹീറ്റിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പെർഫെക്ഷനൊക്കെ പോവും. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട വയറ് ഇതുപോലെ പുറത്തേക്ക് ഇടണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് ശേഷം മാത്രം ആ മിറർ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 മിറേഴ്സും ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാം. അതിനായിട്ട് അതിൻ്റെ വയറൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, കാരണം ഇത് അതിന്മേൽക്ക് എത്താനുള്ള ചാൻസ് കുറവാണ്. ചെറിയൊരു വയറാണ് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഒരു ഹോള് കാണും, ആ ഹോളിൽ കൂടെ ഇട്ടുക. ആ ഹോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത്ര നീളം നമുക്ക് ആവശ്യമില്ല. ഇത് അപ്പുറത്തെ മിററിലേക്കും എത്താവുന്ന ഒരു ലെങ്ത് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹോൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ മിറേഴ്സ് നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ലിമിറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്യുക. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിറർ പൊട്ടും. അപ്പോൾ അതിൻ്റെ 3 ലോക്കിലേക്ക് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ആ 3 ലോക്കിലേക്കും വീണിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക. അടുത്തായിട്ട് നമുക്ക് ആ മിറർ ഇൻഡിക്കേറ്റർ ലൈറ്റ് കണക്ഷൻ കൊടുക്കണം. അതിനായിട്ട് നമ്മളെ ഓൾറെഡി അതിനൊരു മിറർ ഇൻഡിക്കേറ്റർ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷനിലേക്ക് ലൂപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൂപ്പ് ചെയ്യാതെയും കട്ട് ചെയ്യാതെയും നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാവുന്നതാണ്. ടാപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുക. വേറൊരു വയറിങ്ങുമ്പോഴും ടച്ച് ആവാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കെട്ടി വെക്കുക. പിന്നെ നിങ്ങൾ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്ലസും മൈനസും കറക്റ്റാക്കി കൊടുക്കുക, ചെക്ക് ചെയ്ത് കൊടുക്കുക. മറ്റേ സൈഡ് മിററും ഇതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ഇതുപോലെ ഇൻഡിക്കേറ്റർ ലൈറ്റ് വരാത്ത കുറേ വണ്ടികളുണ്ട്. ബേസ് മോഡലായ ഒരുവിധം വണ്ടികൾക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലൈന് വേറെ എവിടെയെങ്കിലും വലിച്ചു കൊടുക്കേണ്ടി വരും.
അപ്പോൾ നമ്മൾ 2 മിറേഴ്സും പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണക്ഷൻസൊക്കെ പക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാപ്സ് സെറ്റ് ചെയ്യാം. നിങ്ങളിതിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ലോക്കിങ് കറക്റ്റായിട്ട് വെച്ചിട്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ പ്രോപ്പറല്ലാന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ലോക്കൊക്കെ പൊട്ടിയിട്ട് പിന്നെ വേറെ ക്യാപ്സ് വാങ്ങേണ്ടി വരും. അത് കിട്ടാനില്ല വെച്ചെങ്കിൽ പിന്നെ അത് ഓർഡർ ചെയ്ത് വരുത്തേണ്ടി വരും. നമുക്ക് പകല് അത്യാവശ്യം ബ്രൈറ്റ് കിട്ടുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ളൊരു LED ആണ്. ഇതിൻ്റെ ബ്രൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഒരുവിധം എല്ലാ വണ്ടികൾക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.